ഹായ്, ഞാനവിടെ കണ്ട നല്ല തോർത്തെടുത്തിട്ട് അങ്ങനെ എന്താ പറയുക അടിപൊളിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതിപ്പോൾ നമ്മളെ വൈഫിൻ്റെ നാട്ടിലാണുള്ളത്, വാളത്തോട്. അപ്പോൾ ഇവിടെ സൂപ്പറായിട്ട് വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് എനിക്ക് ഇടാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി എന്താ പറയണ്ടേ ഭംഗിയോടെയും അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഇടണം തോന്നി. അപ്പോൾ അത്രയേറെ മനോഹരമായ വെള്ളച്ചാട്ടം, നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ കുറേയേറെ പേരെങ്കിലും ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മുൻപ് അറിയാത്തവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ന്യൂസിലൊക്കെ വന്ന് തുടങ്ങിയത് മുതൽ ഒരുപാട് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ പിന്നെ ഞാനെപ്പോൾ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ പോകുന്നവരോട് ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ ജീവനെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സാഹസികതയൊക്കെ തോന്നുന്നു. കുറച്ചുകൂടി അടുത്ത് വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോയിട്ട് നല്ല കനപ്പെട്ട മഴയുള്ള സമയത്തല്ല ഇത് എന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ ഇതിപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ എഫ് പിയിലൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഓനൊരു സംഭവമാണെന്നൊക്കെ പറയും, അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതിനേറെ അപ്പുറത്താണ് നമ്മളെ ജീവിതം. കാരണം വെച്ചാൽ നമുക്കൊരു ചെറിയ അശ്രദ്ധ മതി. നമ്മൾ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ വിഷയത്തിൽ തെന്നി മാറുന്നില്ല, വെള്ളച്ചാട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നല്ല കനപ്പെട്ട മഴയിലൊന്നും ആരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കാതിരിക്കുക. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ മഴയുണ്ടാവില്ല. ഈ വെള്ളച്ചാട്ടത്തിൽ തുടങ്ങുന്ന സ്ഥലത്ത് മലേൻ്റെ മുകളിലൊക്കെ അതാണ് മലവെള്ളപ്പാച്ചിലൊക്കെ ചിലപ്പോൾ വന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ശ്രദ്ധകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വന്ന് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കാണാത്തവരൊക്കെ കാണട്ടെ, അതുപോലെ ഇവിടെ പെടാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലേക്ക് പോകാം. ഞാനവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാനവൾ ഒരുപാടോട്ടം കണ്ടതാണ്, പക്ഷേ വീണ്ടും വീണ്ടും കാണുന്നൊരാഗ്രഹം അല്ലേ. അപ്പോൾ ഓക്കെ. ശ്രദ്ധിക്കണേ ഞാനേ, വളരെ ശ്രദ്ധിച്ചു പോയാൽ മതി. ഞാൻ ഒന്നുകൂടി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചിലപ്പം വെള്ളം കുറവൊക്കെ ആയിരിക്കും, പക്ഷേങ്കിൽ നമ്മൾ ഇതിൻ്റെ മലേൻ്റെ അപ്പുറത്തുനിന്നല്ലേ വെള്ളച്ചാട്ടം വരുന്നത്, മലേൻ്റെ മുകളിൽ നിന്നൊക്കെയൊക്കെ വരുന്നത്. അവിടെ എത്രത്തോളം മഴയുണ്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ദുരന്തങ്ങളിലൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വരുന്ന മലവെള്ളപ്പാച്ചിലാണ്. ഈ മലവെള്ളപ്പാച്ചിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള പിന്നെ വെള്ളത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ മഴയിനനുസരിച്ചിട്ടല്ല, മുകളിൽ നിന്ന് പെട്ടെന്ന് അതിശക്തമായ മഴ പെയ്യുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ പരമാവധി വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങാണ്ടിരിക്കുക, കണ്ട് ആസ്വദിച്ച് കുറച്ച് ദൂരം നിന്നൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണമെന്നാണ് പറയാനുള്ളത്. ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുടിക്കാനോ ഒന്നും പോകുന്നില്ല. ഞാൻ കുളിച്ചിട്ട് ഇഷ്ടം പോലെ കുടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അന്നേരമൊന്നും ഇത്രയേറെ വെള്ളമില്ല. വെള്ളമൊക്കെ കുറഞ്ഞ് ഏകദേശം മഴയൊക്കെ നിന്ന സമയത്താണ് കുളിക്കാൻ. അന്ന് വെള്ളമൊക്കെ ഉണ്ടാവും, അന്നേരം ഇത്ര വെള്ളം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ വന്ന് കുളിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച മനോഹരമായ കാഴ്ച നമ്മൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കാണാം, അത്രയേറെ മനോഹരമായിട്ട് കാഴ്ചയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണേണ്ട അത്രയേറെ മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമാണ് സൂചിമുഖി വെള്ളച്ചാട്ടം. അപ്പോൾ എടപ്പുഴ വാളത്തോട്. ആ മാകുട്ടിയിൽ നോക്കുന്നതാ.
നമ്മൾ അടിപൊളി സൂപ്പർ വെള്ളച്ചാട്ടമാണ്. പക്ഷെ ധ്യാനങ്ങളോട് കൂടിയാണ്. ധ്യാനങ്ങളോട് എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളായിട്ട് ഇങ്ങനെയുള്ള യാത്ര പോകുന്നവരുടെ ഒറ്റയും പ്രത്യേകതയ്ക്ക് നമ്മൾ അധിക സാഹസികതയൊന്നും കാണിക്കണം. നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ എല്ലാം സമയത്ത് ഇപ്പോൾ നല്ല മഴക്കാലത്തെല്ലാം അത് കാണുക, തിരിച്ചു വരിക എന്നുള്ള രീതിയിലേക്കാണ്. ഇറങ്ങി കുളിക്കാനല്ലോ നല്ല രസമുള്ള കാര്യം തന്നെ. ചോട്ടിൽ ഇന്ന് കുളിക്കട്ടൊക്കെ ഉണ്ട്, ഇപ്പോഴും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോയിൽ. പക്ഷേ ഈ ഒരു മഴ കനക്കുന്ന സമയത്ത് പരമാവധി ഇങ്ങനെയുള്ള സാഹസങ്ങൾക്ക് മുതിരാണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്തൊരു സമൂഹം നമ്മൾ, ഞാൻ അടങ്ങുന്ന എല്ലാവരും അതെ. അപ്പോൾ എന്തിരുന്നാലും ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മൾ അച്ഛനില്ലാത്ത സമയത്തെല്ലാം പോകും. എന്നാലും എന്താ കൊണ്ടാ വെച്ചാൽ നമ്മളെപ്പോൾ നമ്മളൊരു കരുതൽ വേണം. ഈ സമയത്ത് ആ പാറെല്ലാം കണ്ടില്ല, മൊത്തം തെന്നിക്കിടക്കുന്നില്ലേ, ഒന്ന് തെന്നി പുറകടിച്ച് മതി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹസികതകൾ ഒഴിവാക്കി ഇത്തരം കാഴ്ചകൾ കാണുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഈ ഒരു സ്ഥലത്ത് വരിക, ഈ കാഴ്ച ആസ്വദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കാണാം. അതുവരെ ബൈ.